بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും എടുത്തു പറയുകയും ചെയ്ത വിഭാഗമാണ് സഹാബിമാർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് നൽകിയ ജനവിഭാഗമാണ് അവർ. ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ പറയാറുണ്ട്, സഹാബിയു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക്. സഹാബി എന്നാൽ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിച്ചവരാണ്, കൂടിയിരുന്നവരാണ്. കണ്ണുകൊണ്ട് കാണേണ്ടതുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? നിർബന്ധമില്ല. കാരണം സഹാബിമാരിൽ അന്ധന്മാരായ, കാണാൻ കഴിയാത്ത സഹാബിമാരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്നുമായി സന്ധിച്ചാൽ മതി, അവിടുന്നുമായി ഒത്തിരുന്നാൽ മതി. പക്ഷെ അവിടുത്തെ കണ്ടാൽ അല്ലെങ്കിൽ അവിടുത്തോട് ഒത്തിരുന്നാൽ മാത്രം സഹാബിയാകുമോ? ഇല്ല. മുഅ്മിനൻ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അബൂജഹലും അബൂ താലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അതോടൊപ്പം അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുഅ്മിനായി, എന്നാൽ അവിടുത്തെ കണ്ടിട്ടില്ല എങ്കിൽ അയാൾക്ക് സഹാബി എന്ന പദവി ലഭിക്കുകയില്ല. അങ്ങനെ ചില ആളുകളുണ്ട്, മുഖദ്റമീങ്ങൾ എന്നാണ് അവർ അറിയപ്പെടാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിദൂര ദേശങ്ങളിൽ അവർ ഈമാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുൻപ് അവിടുത്തെ കാണാൻ കഴിഞ്ഞില്ല. അവർ സഹാബിമാരിൽ ഉൾപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അവിടുത്തെ വിശ്വസിക്കുകയും വമാത അലാ ദാലിക്, ആ മാർഗത്തിലായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരാണ് സഹാബിമാർ. മുസ്ലിമായി മരിക്കണം. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്, മുസ്ലിമായിട്ടുണ്ട്, പക്ഷേ പിന്നീട് മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായിക്കൊണ്ട് വിരലെണ്ണാവുന്ന ചില ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അപ്പോൾ അവർ സഹാബികളല്ല, അവർ മുസ്ലിമീങ്ങൾ പോലുമല്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടുകൂടി കാണുക, അവിടുത്തെ വിശ്വസിക്കുക, അതുപോലെ ഇസ്ലാമിലായിക്കൊണ്ട് തന്നെ മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന സന്ദർഭത്തിൽ അവൻ മുഅ്മിനായിരിക്കണം. ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, മുഅ്മിനായില്ല, അവിടുത്തെ വഫാത്തിന് ശേഷം അയാൾ മുഅ്മിനായാലോ സഹാബിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അയാൾ വിശ്വസിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ അദ്ദേഹം സ്വഹാബിയാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈമാനോടുകൂടി ഒരു നിമിഷ നേരമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. കാരണം സ്വഹബത്ത് എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാകുക എന്നത്, അത് അള്ളാഹുവിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പാണ്. അള്ളാഹു തിരഞ്ഞെടുത്തവരെ മാത്രമേ സഹാബിയാക്കിയിട്ടുള്ളൂ.
ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ആളുകളെ മാത്രമേ അള്ളാഹു സഹാബികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരാൾ സഹാബിയാണോ അത് അള്ളാഹു അയാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതിന് തെളിവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സഹാബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞത്. അവരെ എല്ലാവരെയും പുകഴ്ത്തിയിട്ടുണ്ട്. ഒരാളെയും മാറ്റി നിർത്താതെ അവർക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പുകഴ്ത്തൽ ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. والسابقون الأولون ഇസ്ലാമിലേക്ക് ആദ്യമായി വന്നെത്തിയ മിനൽ മുഹാജിരീൻ വൽ അൻസാർ, മുഹാജിറുകൾ അൻസാറുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് അവരെ പിൻപറ്റിക്കൊണ്ട് വന്നെത്തിയ ഫത്ഹിന് ശേഷം, മക്ക ഫത്ഹിന് ശേഷം അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിക്ക് ശേഷം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നെത്തിയ ആളുകൾ, ഈ സഹാബിമാർ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബിമാർക്ക് മൊത്തത്തിൽ നൽകിയ തസ്കിയത്താണ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഷഹാദയാണ്, സാക്ഷ്യമാണ്. ഇനിയൊരു സൃഷ്ടിയുടെ സാക്ഷ്യം അവർക്ക് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. الله برم محمد رسول الله صلى الله عليه وسلم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ്. വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളവർ കുഫാറുകളോട് പരിശതയുള്ളവരാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ അവർ പരസ്പരം കരുണ ചൊരിയുന്നവരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അവരെ നിനക്ക് കാണാൻ കഴിയും റുക്കൂഇലും സുജൂദിലുമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ തൃപ്തിയും അവർ അന്വേഷിക്കുന്നവരാണ്. തൗറാത്തിൽ അവരെക്കുറിച്ചുണ്ട്, ഇൻജീലിലും അവരെക്കുറിച്ചുണ്ട്. ഖുർആൻ അവതരിക്കുന്നതിന് മുൻപ്, സഹാബികൾ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെ? തൗറാത്തിലും ഇൻജീലിലും. സുബ്ഹാനല്ലാഹ്. അവർ ജനിക്കുന്നതിന് മുൻപ്, അവർ വന്നെത്തുന്നതിന് മുൻപ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ തൗറാത്തിലും ഇൻജീലിലും പുകഴ്ത്തിയിട്ടുണ്ട്. ഖുർആനിൽ അവർക്ക് വേറെയും പുകഴ്ത്തലുണ്ട്. ഈ ജനത അവർ വന്നെത്തുന്നതിന് മുൻപ് തന്നെ അവരെക്കുറിച്ച് അള്ളാഹു അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്ര വലിയ ശ്രേഷ്ഠത അവർക്കുണ്ട്. വലിയ പദവിയാണ്, വലിയ മഹത്വവും വലിയ സ്ഥാനവുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാ മാ യുഅദ്. നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള അമനത്താണ്, നിർഭയത്വമാണ്, സുരക്ഷയാണ്, സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാ മാ യുഅദ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണു തുടങ്ങിയാൽ ആകാശത്തിന് താക്കീത് നൽകപ്പെട്ട ശിക്ഷ വന്നെത്തും. അല്ലാഹു പറഞ്ഞതുപോലെ വഇദൻ നുജൂം ഇൻകദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണു കഴിഞ്ഞാൽ പിന്നെ അന്ത്യനാൾ സംഭവിച്ചു, ആകാശം തകർന്നു വീഴും, അതിൻ്റെ കെട്ടുറപ്പില്ലാതെയാകും. വഅന അമനതു ലിഅസ്ഹാബി ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ എൻ്റെ സഹാബികൾക്ക് സംരക്ഷണമാണ്. ഞാനുള്ളിടത്തോളം, ഞാൻ പോയി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് വഫാത്തായാൽ അതാ അസ്ഹാബി മാ യുഅദൂൻ, സഹാബികൾ അവർക്ക് താക്കീത് നൽകപ്പെട്ടത് വന്നെത്തും. പിന്നീട് സംഭവിച്ചത്, സഹാബികൾക്കിടയിൽ പരീക്ഷണങ്ങളുണ്ടായി, ഫിത്നകളുണ്ടായി.
അതിൽ ചില പരീക്ഷണങ്ങൾ അവർക്കിടയിൽ യുദ്ധം ഉടലെടുക്കുന്നതിലേക്ക് വരെ എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല. അവിടുന്ന് പോയതോടുകൂടി സഹാബികൾക്ക് താക്കീത് നൽകപ്പെട്ടത് വന്നെത്തി. വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി വഇദാ ദഹബ അസ്ഹാബി അത ഉമ്മത്തി മാ യുഅദൂൻ. ഞാൻ എൻ്റെ സഹാബികൾക്ക് സംരക്ഷണമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ സഹാബികൾ എൻ്റെ ഉമ്മത്തിന് സംരക്ഷണമാണ്. സഹാബികൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് താക്കീത് നൽകപ്പെട്ടത് വന്നെത്തും. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സഹാബികൾ ആരെപ്പോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബികൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഈ ഉമ്മത്തിന് സഹാബികൾ. ഇത്രയും ശ്രേഷ്ഠത നൽകപ്പെട്ട വിഭാഗമാണ് സഹാബിമാർ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ പഴച്ച കക്ഷികളുടെ വ്യാപനം കാരണത്താൽ സഹാബികളെ ആക്ഷേപിക്കുന്നതും അവരെ കുറ്റം പറയുന്നതും അവരെ മോശമാക്കുന്നതും ജനങ്ങൾക്കിടയിൽ ഇന്ന് ഒരു കുഴപ്പമില്ലാതെയായി മാറിയിരിക്കുന്നു. സഹാബികളിൽപ്പെട്ട ചിലരെ നല്ലത് പറയുന്നവർ മുസ്ലിം ഉമ്മത്തിൽ ആക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാബികൾ അവരുടെ ചരിത്രം പഠിക്കുക എന്നത് അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാനും അവരുടെ മഹത്വം തിരിച്ചറിയാനും സഹായിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസുകളിൽ ഖുലഫാഉൽ അർബഅ 4 ഖലീഫമാർ അവരുടെ ചരിത്രം വിവരിച്ചു തുടങ്ങണമെന്നാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സഹാബികൾ അവരോട് പാലിക്കേണ്ട അദബുകൾ എന്താണ്? അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കേവലം ഒരു ചരിത്രമല്ല. സഹാബികൾ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിച്ച് തീർക്കാനുള്ള ഒരു ചരിത്രം മാത്രമല്ല, നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. അല്ല, നമ്മുടെ ദീൻ നിലനിൽക്കുന്നത് സഹാബികളോടുള്ള ഈ നിലപാടിലാണ്. അത് തകർന്നു പോയാൽ ദീൻ തകർന്നു പോകും. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, മുആവിയ ഇബ്നു അബി സുഫിയാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരെ കുറിച്ച് അവർ പറഞ്ഞു, ഒമൻ അറാദ മുആവിയ ഫഖദ് അറാദ സഹാബ. ആരെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നെങ്കിൽ തിരിച്ചറിയുക, അവൻ ഉദ്ദേശിക്കുന്നത് സഹാബികളെ ലക്ഷ്യം വെക്കാനാണ്. ഒമൻ അറാദ സഹാബ ഫഖദ് അറാദ അൽ ഇസ്ലാം. ആരെങ്കിലും സഹാബികളെ ആക്ഷേപിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, അവൻ്റെ ലക്ഷ്യം ഇസ്ലാമാണ്. ഇസ്ലാമിനെ തകർക്കാനാണ് അവൻ ലക്ഷ്യം വെക്കുന്നത്. സഹാബികൾ എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ ദീൻ അതിൻ്റെ മേലാണ് നിലകൊള്ളുന്നത്. അവർ ഇല്ലാതെയായാൽ ദീൻ അതോടുകൂടി തകരും. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ തകർക്കാൻ ഉദ്ദേശിച്ച ബിദ്അത്തിൻ്റെ വിഭാഗങ്ങളിൽ മിക്കവരും ആരംഭിച്ചത് സഹാബികൾ ആക്ഷേപിച്ചുകൊണ്ടാണ്. ചരിത്രം എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ഖവാരിജുകൾ സഹാബികളെ തക്ഫീർ ചെയ്തുകൊണ്ടാണ്, അവർ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയത്. അവരുടെ മറ്റു പിഴവുകളിലേക്ക് അവർ പോയി തുടങ്ങുന്നത്. റാഫിദ വിഭാഗം, ഷിയാക്കൾ സഹാബികളെ തക്ഫീർ ചെയ്യുക എന്നുള്ളത് അവരുടെ അഖീദയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന പല കക്ഷികളുടെയും പ്രധാന നിലപാടുകളിൽപ്പെട്ടതാണ് സഹാബികളെ കുറ്റം പറയുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്നുള്ളത്. ഒന്നല്ലെങ്കിൽ നേർക്ക് നേരെ സഹാബികളെ ആക്ഷേപിക്കുക, അതല്ലെങ്കിൽ സഹാബികളുടെ ആദർശത്തെ ആക്ഷേപിക്കുക എന്നത്. ഇത് അവരിൽ പ്രകടമാണ്, ഏത് ബിദ്അ കക്ഷിയാകട്ടെ. അതുകൊണ്ട് സഹാബികളോടുള്ള ബാധ്യത എന്താണെന്ന് തിരിച്ചറിയൽ വളരെ നിർബന്ധമാണ്. ചില പണ്ഡിതന്മാർ സഹാബികളോടുള്ള പ്രധാനപ്പെട്ട ബാധ്യതകൾ 10 വേർതിരിച്ചിട്ടുണ്ട്. 10 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിൽ സാധ്യമാകുന്നത് ഇന്ന് പറയാമെന്ന് വിചാരിക്കും. ഒന്നാമത്തെ കാര്യം, സഹാബികളോടൊരു മുസ്ലിമിനുള്ള ബാധ്യതയിൽ ഒന്നാമത്തെ കാര്യം അവരുടെ ശ്രേഷ്ഠതയും അവരുടെ അദാലത്തും തിരിച്ചറിയാന്നാണ്. അദാലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വസ്തത. സഹാബികൾ വിശ്വസ്തരാണ്. ഒരു സഹാബി പോലും, ഒരു സഹാബിയുടെ വിശ്വസ്തതയിൽ പോലും സംശയത്തിന് വകുപ്പില്ല. ഒരു സഹാബിയുടെ വിശ്വസ്തതയിൽ സഹാബികൾക്ക് അബദ്ധം പടഞ്ഞേക്കാം, തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷേ അവരിൽ ഒരാൾ പോലും മോശമായ ലക്ഷ്യം ഉണ്ടായിരുന്നവരായിരുന്നില്ല. അവരിൽ ഒരാൾക്ക് പോലും ദീനിൻ്റെ കാര്യത്തിൽ അവർ വിശ്വസ്തതയില്ലാത്തവരായിരുന്നില്ല.
ദീനിൻ്റെ വിഷയത്തിലുള്ള അമാനത്ത് സഹാബികളിൽ എല്ലാവർക്കും, ഒരാൾ പോലും ഒഴിവില്ലാതെ അവരിൽ എല്ലാവർക്കും ഉള്ളതാണ് അദാലത്ത് എന്നത്. അവർക്ക് അബദ്ധം പറഞ്ഞേക്കാം, അവർക്ക് മറവി സംഭവിച്ചേക്കാം, അവർ ചിലപ്പോൾ പറയുന്നതിൽ അവർ സ്വീകരിച്ച ഒരു അഭിപ്രായം തെറ്റായി പോയേക്കാം, ഇതൊക്കെ സംഭവിക്കാം. അവരാരും മാസൂമിങ്ങളല്ല, തെറ്റുപറ്റാത്തവരല്ല. പക്ഷേ ഒരു സഹാബി പോലും ഒരൊറ്റയാൾ പോലും ഇസ്ലാമിനോട് എന്തെങ്കിലും ഒരു മോശമായ ലക്ഷ്യം, വിശ്വസ്തതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവുള്ള ഒരു സഹാബി പോലുമില്ല. അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവർക്കിടയിൽ യുദ്ധമുണ്ടായി. ഉറപ്പിച്ച് നാം പറയുന്ന അവരിൽ രണ്ടുപേരും അവർ ഹക്കാണ് എന്ന് വിശ്വസിച്ചതിനു വേണ്ടിയാണ് നിലകൊണ്ടത്. ഒരാൾക്ക് പോലും അള്ളാഹുവിൻ്റെ ദീനിനെതിരെ മോശമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഒരു സഹാബിക്ക് പോലും, ഒരാൾക്ക് പോലും. അവർ അമാനത്തുള്ളവരാണ്. അവർ അള്ളാഹുവിൻ്റെ ദീൻ എത്തിക്കുന്ന കാര്യത്തിൽ, ഖുർആൻ എത്തിച്ചു നൽകുന്ന കാര്യത്തിൽ, ഹദീസുകൾ എത്തിച്ചു നൽകുന്ന കാര്യത്തിൽ പരിപൂർണമായ അമാനത്ത് സഹാബികൾക്കുണ്ട്. എന്താണ് ഇതിന് തെളിവ്? നേരത്തെ പറഞ്ഞ ആയത്തുകൾ അതിന് തെളിവാണ്. കാരണം സഹാബിമാരാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നത്. അവരുടെ കണ്ണിയില്ലെങ്കിൽ ദീനില്ല. ഖുർആൻ എത്തിയത് സഹാബികളിലൂടെയാണ്, ഹദീസ് എത്തിയത് സഹാബികളിലൂടെയാണ്. അവർക്ക് വിശ്വസ്തതയിൽ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഖുർആൻ സംശയത്തിലാകും, അതോടുകൂടി ഹദീസ് സംശയത്തിലാകും. കാരണം അവരുടെ ഈ കണ്ണിയില്ലാതെ ഖുർആനുമില്ല, ഹദീസുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദു റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹാബിമാർ അശിദ്ദാഉ അലൽ കുഫാർ, കുഫറിനോട് അവർ ശക്തമായ, കുഫാറുകളോട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളോട് ശക്തമായ നിലപാടിലാണ്. റഹമാഉ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം കരുണയുള്ളവരാണ്. ഇത് ഖുർആനിൻ്റെ തസ്കിയത്താണ്. ഖുർആൻ അവർക്ക് നൽകിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സാക്ഷ്യമാണിത്. അവർ ഈ ഉമ്മത്തിലെ സ്വഫ്വത്തുകളാണ്. സ്വഫ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായി ഒരു നിമിഷം, ഒരൊറ്റ കൺവെട്ടം, ഒന്ന് കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ മുഅ്മിനായി കാണാൻ നിനക്ക് അള്ളാഹു അവസരം നൽകി എന്നാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന്. ഇല്ലാതെ സാധിക്കില്ല. ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയുക എന്നത് പിൽക്കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ 1000 വർഷം സർവ്വ ഇബാദത്തുകളും ചെയ്യുക എന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. സുഹ്ബത്തിൻ്റെ പദവി അത് പിൽക്കാലഘട്ടത്തിലുള്ളവർക്ക് എന്ത് ഇബാദത്തുകൾ ചെയ്താൽ നേടിയെടുക്കാൻ പറ്റില്ല. സഹാബി എന്ന പദവി, അതിൻ്റെ ശ്രേഷ്ഠത പിൽക്കാലഘട്ടത്തിൽ ഒരാൾ എന്ത് ഇബാദത്തുകൾ ചെയ്താലും ആ പദവി നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ആ പദവിക്കുള്ള ശ്രേഷ്ഠത അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പാണത്. അത് ഒരിക്കലും മറ്റൊന്നിനോട് യോജിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖൈറുൻ നാസി ഖർനി. ഖൈറുൽ ഖുറൂൻ എന്ന ഹദീസ് ദഈഫാണ്, ദുർബലമാണ്. ചില ആൾക്കാർ പറഞ്ഞു പോകാറുണ്ട്. ഖൈറുൽ ഖുറൂൻ എന്ന ഹദീസ് അങ്ങനെ ദഈഫാണ്, ദുർബലാണ്. ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് ശേഷമുള്ളവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷമുള്ള ആളുകൾ. സഹാബിമാർ, ഹദീസ് റിവായത്ത് ചെയ്ത പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ലാ അദ്രി അദക്കറ അറാബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതൊരു തലമുറയെ കുറിച്ചുകൂടി പറഞ്ഞു എന്നെനിക്ക് സംശയമുണ്ട്. ഒന്നാമത്തെ തലമുറ സഹാബിമാരാണ്. അവരാണ് ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. സഹാബികളാണ് ഏറ്റവും നല്ലവർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഖുർആൻ പറഞ്ഞതാണ്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല ഉമ്മത്ത്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ടവരാണ്.
തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ഈ ആയത്ത് മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ ബാധകമാണ്. പക്ഷേ ഈ ആയത്ത് അവതരിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ള സ്വഹാബിമാർക്കാണ് അതിലെ ഏറ്റവും വലിയ പങ്കുള്ളത്. ഇത് മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ ബാധകമാണ്, കുൻതും ഖൈറ ഉമ്മ എന്നുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ച ജനതക്കാണ് അതിൽ ഏറ്റവും വലിയ പങ്കുള്ളത്. സ്വഹാബിമാർക്കാണ് അത് ഏറ്റവും വലിയ പങ്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറുൻ നാസി ഖർനി. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നബിമാർ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലുകൾ നബിമാർ കഴിഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും നല്ലവർ സഹാബിമാരാണ്. ഏറ്റവും നല്ലവർ സഹാബിമാരാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ പദവിയിൽപ്പെട്ടതാണ്. മാത്രമല്ല ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഇൽമുള്ളവർ, ഏറ്റവും പരിശുദ്ധമായ ഹൃദയമുള്ളവർ, ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിൽ നിലകൊണ്ടവർ, ഇതെല്ലാം സ്വഹാബികൾക്ക് മാത്രം നൽകപ്പെട്ടതാണ്. ഏറ്റവും ഇൽമുള്ളവർ അവരാണ് ദീനിൻ്റെ കാര്യത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിലാണ്. ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും അറിവുള്ളവർ സ്വഹാബിമാരാണ്. ചില ആൾക്കാർ ചിലപ്പോൾ പറയാറുണ്ട്, പിൽക്കാലത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട്. ചിലർ പറഞ്ഞു സ്വഹാബികൾക്ക് ശേഷം വന്നവർക്കാണ് അറിവ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞവരുണ്ട്. അത് തനിച്ച വിവരക്കേടാണ്. സഹാബികൾക്കാണ് ഏറ്റവും വിവരമുണ്ടായിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കണ്ണുകൊണ്ട് കണ്ടവരാണ് അവർ. അവിടുന്ന് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നേരെ കണ്ട് മനസ്സിലാക്കിയവരാണ്. അവിടുന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ കിതാബുകളിൽ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അത് പറയുമ്പോൾ അവിടുത്തെ മുഖം എങ്ങനെയായിരുന്നു, എന്തിനാണത് അവിടുന്ന് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇതെല്ലാം അറിയുന്നവർ അവരാണ്. നമ്മളൊരു വാക്ക് മാത്രമേ വായിക്കുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ഈ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായ ബോധ്യമുണ്ടായിരുന്നവർ സഹാബിമാരാണ്. അത് നേർക്ക് നേരെ കാണാൻ കഴിഞ്ഞവരാണ് അവർ. അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ളവർ. അവർ മിണ്ടാതിരുന്നിട്ടുണ്ട് എങ്കിൽ മിണ്ടാതിരിക്കേണ്ടത് കൊണ്ടാണ് മിണ്ടാതിരുന്നത്, അല്ല അറിയാത്തത് കൊണ്ടല്ല. പണ്ട് നമ്മൾ പറഞ്ഞേക്കണം. ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖിഫ് ഹൈസു വഖഫൽ ഖൗം ഫഇന്നഹും അൻ ഇൽമിൻ വഖഫു. സഹാബികൾ എവിടെ നിന്നോ നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, നിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കലല്ല, പിന്നെ ഒരു 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 വിഷയത്തിൽ അവർ പ്രവേശിക്കാതെ മാറി നിന്നെങ്കിൽ, അതിലേക്ക് കടക്കാതെ അവർ മാറി നിന്നെങ്കിൽ, അതിലേക്ക് കാൽ വെക്കാതെ അവർ അകലം പാലിച്ചു എങ്കിൽ ഖിഫ്, നീ അവിടെ നിൽക്കുക, അപ്പുറത്തേക്ക് പോരുത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പിൽക്കാലഘട്ടത്തിൽ പലരും ചർച്ച ചെയ്ത് പല കാര്യങ്ങളുണ്ട്. സഹാബികൾ ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് അള്ളാഹു അർഷിൽ ഇസ്തിവാ ചെയ്യും, സിംഹാസനത്തിൽ ആരോഹിതനാകും. പിൽക്കാലത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടാക്കി കുറേ ചർച്ചകൾ, ഞാൻ ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്നില്ല, പറയുന്നു പോലുമില്ല. പക്ഷേ ആ ചർച്ചകളിലേക്ക് നീ പ്രവേശിക്കാതിരിക്കുക. എന്തുകൊണ്ട്? കാരണം അവർ പ്രവേശിച്ചിട്ടേയില്ല. പണ്ട് വെച്ചാൽ പറഞ്ഞേക്കണം, അത് ആ വിഷയത്തിൽ എന്താണ് ശരിയെന്ന് പോലും ചർച്ച ചെയ്യേണ്ടതില്ല. ബിദ്അത്തിന്റെ കക്ഷികൾക്ക് മറുപടി പറയാൻ വേണ്ടി നോക്കാനല്ലാതെ. കാരണം സഹാബിമാർ അതിലേക്ക് പ്രവേശിക്കാനേ തുനിഞ്ഞില്ല എങ്കിൽ നീ അവിടെ നിൽക്കുക. ഫഇന്നഹും അൻ ഇൽമിൻ വഖഫു. അവർ അതിലേക്ക് ഇറങ്ങാതെ മാറി നിന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല, പിന്നെ ഇറങ്ങേണ്ടതില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ്. അതിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് അറിവുള്ളത് കൊണ്ടാണ് അവർ ഇറങ്ങാതിരുന്നത്. ഖുർആനിൽ ഒരു ആയത്തിൽ വേണ്ടാത്ത ഒരു ചർച്ച, ഹദീസിൽ വേണ്ടാത്ത ഒരു ചർച്ച, സഹാബികൾ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല, നീ ഇറങ്ങരുത്, അങ്ങോട്ട് പോകാനേ പാടില്ല. എന്തുകൊണ്ട്? അവർ പോകാതിരുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ പല വിഷയങ്ങൾ ചിലപ്പോൾ അറിവില്ലാതെ മാറിക്കും, അങ്ങനെയല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല അവർ മാറിയത്. ഫഇന്നഹും അൻ ഇൽമിൻ വഖഫു. അവർ വ്യക്തമായ അറിവോടുകൂടി തന്നെയാണ് അതിലേക്ക് പ്രവേശിക്കാതിരുന്നത്. മനസ്സിലായി പറഞ്ഞതിൻ്റെ ഗൗരവം എത്രയാണ്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ ഫലിയസ്തന്ന ബിമൻ ഖദ് മാത് ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. നിങ്ങളിൽ ആരെങ്കിലും മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മരിച്ചുപോയവരെ മാതൃകയാക്കട്ടെ. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്നവർ ഫിത്നയിൽ അകപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഞാൻ ഫിത്നയിൽ അകപ്പെടില്ല, ഞാൻ ഇസ്ലാമിൽ തന്നെ ഉണ്ടാവും, ഞാൻ ബിദ്അത്തിൽ അകപ്പെടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല.
മരിച്ചുപോയവർ, മരിച്ചുപോയാരാൻ? സഹാബിമാർ. അദ്ദേഹം ഉദ്ദേശിച്ച സഹാബികളെയാണ്. ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയും, ആരെങ്കിലും ഒരാളെ മാതൃകയാക്കാൻ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെയല്ല, പിന്നെയോ മരിച്ചുപോയ സഹാബിമാരെ മാതൃകയാക്കട്ടെ. കാരണം ജീവിച്ചിരിക്കുന്ന ഒരാളും സുരക്ഷിതനല്ല, പഴിച്ചു പോകാൻ സാധ്യത. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ വഅഅമഖുഹാ ഇൽമൻ വഅഖല്ലുഹാ തകല്ലുഫൻ. ഈ ഉമ്മത്തിൽ അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും പുണ്യമുള്ള ഹൃദയം അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും പുണ്യമുള്ള ഹൃദയം അവർക്കായിരുന്നു. വഅഅമഖുഹാ ഇൽമൻ, ഈ ഉമ്മത്തിൽ ഏറ്റവും ആഴത്തിലുള്ള അറിവ് അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. വഅഖല്ലുഹാ തകല്ലുഫൻ, ഈ ഉമ്മത്തിൽ വേണ്ടാത്ത കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് അവരോളം പാലിച്ച വേറെ ആളുകളില്ല, സഹാബികളെ പോലെ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാകാൻ അള്ളാഹുവാണ് അവരെ തിരഞ്ഞെടുത്തത്. അത് മാത്രം മതി അവർക്കുള്ള ശ്രേഷ്ഠത. അവരുടെ കാര്യത്തിൽ അവർക്കുള്ള ശ്രേഷ്ഠത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാമത്തെ അടിസ്ഥാനം അതാണ്, അവർക്കുള്ള ശ്രേഷ്ഠത തിരിച്ചറിയുക. അവരുടെ അദാലത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ദീനിൻ്റെ കാര്യത്തിൽ അവർ നീതിമാന്മാരാണ്, കളവ് പറയില്ല, ഉറപ്പണ കാര്യം. ഒരു സഹാബി പോലും ദീനിൻ്റെ കാര്യത്തിൽ ഒരു ഹർഫ് പോലും കളവ് പറയില്ല. സഹാബിമാരിൽ പലരും ഹദീസ് പറയാൻ പേടിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അവരോട് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുമായിരുന്നു, എനിക്ക് ഹദീസ് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അബദ്ധം പറഞ്ഞു പോകുന്നുള്ള പേടി കൊണ്ടാണ് പറയുന്നത്. സഹാബിമാർ പലരും ഹദീസ് പറയുന്നത് പേടിച്ച് മാറി നിന്നിരുന്നു, ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അറിയാതെ കളവ് പറഞ്ഞു പോകുമോ എന്ന പേടി കാരണത്താൽ സഹാബിമാരിൽ ചിലർ ഹദീസുകൾ റിവായത്ത് ചെയ്തു തുടങ്ങിയാൽ അവർ വൃദ്ധരായതിനു ശേഷം അവരെക്കുറിച്ച് പറയപ്പെടും, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഊന്നുവടി വറക്കുമായിരുന്നു എന്നാണ്, പേടിച്ചിട്ട്. ഹദീസ് പറയുമ്പോൾ പേടി കാരണം, ഇതിൽ കളവ് കടന്നുകൂടുമോ എന്ന പേടി അവർക്ക് അത്രമാത്രം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിനോട് അവർക്കുണ്ടായിരുന്ന സൂക്ഷ്മതയാണത്. അത്ര ശ്രദ്ധയിലാണ് അവർ ഈ ദീൻ അടുത്ത തലമുറയ്ക്ക് എത്തിച്ച് നൽകിയത്. ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ. അദ്ദേഹം പറഞ്ഞു, വഹും ഫൗഖനാ ഫീ കുല്ലി ഇൽം, സഹാബിമാർ എല്ലാ വിജ്ഞാനങ്ങളിലും നമ്മേക്കാൾ മുൻപിലാണ്. ഖുർആനാകട്ടെ, ഹദീസാകട്ടെ, തഫ്സീറാകട്ടെ, ഫിഖ്ഹാകട്ടെ, അഖീദയാകട്ടെ. അതുകൊണ്ടാണ് പലരും ധാരാളം പണ്ഡിത, ധാരാളം ഇസ്ലാമിക തെളിവുകൾ ഏത്? 4 കാര്യം. ഏതൊക്കെ? അൽ ഖുർആനു, സുന്നത്തു സഹീഹ, അൽ ഇജ്മാഉ, അൽ ഖിയാസ്. ഇത് 4 തെളിവ് ഇസ്ലാമിലെ. ഈ 4 തെളിവുകൾ ഏതാണ്ട് പണ്ഡിതന്മാർക്കുള്ള ഏകാഭിപ്രായമുള്ളതാണ്. മറ്റൊരു തെളിവുള്ളത് ഖൗലു സഹാബിയാണ്. ഖൗലു സഹാബി, സഹാബിയുടെ വാക്ക്. സഹാബിയുടെ വാക്ക് ദീനിൽ തെളിവാണോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വിഷയത്തിൽ 2 സഹാബിമാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിലൊരാളുടെ വാക്കും തെളിവല്ല. പക്ഷെ അവരിൽ 2-ൽ ആരുടെയെങ്കിലും ഒരു വാക്കിലായിരിക്കും ശരിയുണ്ടാവുക. ഒരു വിഷയത്തിൽ 2 സഹാബിമാർ 2 അഭിപ്രായം പറഞ്ഞാൽ അവരിൽ ഏതെങ്കിലും ഒരാളുടെ വാക്ക് മറ്റൊരാളുടെ വാക്കിനെതിരെ തെളിവായി പറയാൻ പറ്റില്ല. പക്ഷേ അവരിൽ 2 പേരിൽ ഏതോ ഒരാളുടെ വാക്കിലായിരിക്കും ശരി ഉണ്ടാവുക. കാരണം അവരുടെ വാക്കിന് പുറത്തേക്ക് ശരി പോവില്ല. അവരിൽ ഏതെങ്കിലും ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയും, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അതിന് എതിരായി വേറെ ഒരു സഹാബി പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അവരുടെ വാക്ക് തെളിവാണ്, ഹുജ്ജത്താണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഖുർആനിലെ തഫ്സീറിൽ, ഫിഖ്ഹിന്റെ മസലയിൽ, അഖീദയുടെ വിഷയത്തിൽ ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം അതിന് വിരുദ്ധമായി ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരപ്പെടണമെന്നില്ല, എല്ലാ സഹാബിയും അതിന് യോജിച്ചത് പറയണമെന്നില്ല. പക്ഷെ ഒരു സഹാബി അഭിപ്രായം പറഞ്ഞു, പക്ഷേ മറ്റൊരു സഹാബി അതിനെതിരെ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ സഹാബിയുടെ വാക്ക് ഹുജ്ജത്തൻ, തെളിവാണ്, പ്രമാണമാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ. പക്ഷേ
വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം സഹാബിയുടെ വാക്ക് തെളിവാണ്. ഒറ്റ സഹാബി ഒരു വാക്ക് പറഞ്ഞാൽ. കാരണം ഉമ്മത്തിൽ പിൽക്കാലത്ത് വരുന്ന ഏതൊരാളെക്കാളും വൈജ്ഞാനിക വിഷയത്തിലും അറിവിലും സൂക്ഷ്മതയിലും അവരാണ് മുൻപന്തിയിലുള്ളത് എന്നതുകൊണ്ട്. ഷാഫിഈ അദ്ദേഹം പറയും, വഹും ഫൗഖനാ ഫി കുല്ലി ഇൽമിൻ വജ്തിഹാദിൻ വവറഇൻ വഅഖ്ലിൻ. അവർ നമ്മേക്കാൾ മുൻപിലാണ് എല്ലാ ഇൽമിലും സൂക്ഷ്മതയിലും ഇബാദത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലും അതുപോലെ തന്നെ ബുദ്ധിയുടെ കാര്യത്തിലും എല്ലാം അവരാണ് നമ്മേക്കാൾ മുൻപിലുള്ളത്. വഅംറിൻ ഉസ്തുദ്രിക ബിഹി ഇൽമുൻ വസ്തുംബിത ബിഹി. ഇൽമ് നേടാൻ എന്തൊക്കെ വേണോ അതിലൊക്കെ അവരാണ് നമ്മേക്കാൾ മുൻപിലുള്ളത്. വആറാഉഹും, ഇത് കാണാതെ പഠിക്കേണ്ട വാക്കാണ്. വആറാഉഹും ലന അഹ്മദു വഔല ബിന മിൻ റഅയിന ലിഅൻഫുസിന. നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ സ്വന്തം വിഷയങ്ങളിൽ നമ്മുടെ അഭിപ്രായത്തെക്കാൾ നമുക്ക് നല്ലതും ശരിയായതും അവരുടെ അഭിപ്രായം. നമ്മുടെ വിഷയങ്ങളിൽ, നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളിൽ, നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ നാം സ്വീകരിക്കുന്ന അഭിപ്രായത്തെക്കാൾ നമുക്ക് നല്ലത് സഹാബിമാർ സ്വീകരിച്ച അഭിപ്രായമാണ്. വആറാഉഹും ലന അഹ്മദു വഔല മിൻ ആറായിന ഔ മിൻ റഅയിന ലിഅൻഫുസിന. കാണാതെ പഠിക്കേണ്ട വാക്കാണ്. പഠിക്കാൻ വാക്ക് കാണാൻ പഠിച്ചില്ലെങ്കിൽ ആ വാക്ക് വളരെ ഗൗരവപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ദീനിലുള്ള സംരക്ഷണം ഇതിലാണ് നിലകൊള്ളുന്നത്. സഹാബി എവിടെയാണുള്ളത് അവിടെ നിൽക്കുക, അപ്പുറത്തേക്ക് പോകാതിരിക്കുക, അതിനപ്പുറത്തേക്കുള്ള കാൽ വെക്കാതിരിക്കുക. കാരണം ഇത് ദീനിൻ്റെ അടിത്തറയാണ്. ഇത് ഒരാൾക്ക് പാളിപ്പോയി കഴിഞ്ഞാൽ അയാളുടെ ദീന് എവിടെ തകരും എന്ന് പറയാൻ പറ്റില്ല, എവിടെയും തകരാം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ധാരാളക്കണക്കിന് അഭിപ്രായങ്ങളുണ്ട്, ധാരാളക്കണക്കിന് വാക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ വഅലിമ മാ ഫീ ഖുലൂബിഹിം. കണ്ടില്ലേ, അവരുടെ ഹൃദയം ശുദ്ധമാണെന്നത് അള്ളാഹു സാക്ഷ്യം വഹിച്ച കാര്യമാണ്. ബൈഅത്തു റിദ്വാൻ എവിടെ ഉണ്ടാകുന്നത്? ഹുദൈബിയ സന്ധിക്ക് തൊട്ട് മുൻപാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികളിൽ വലിയൊരു വിഭാഗം ആളുകൾ അന്ന് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിനെ കുറിച്ച് അള്ളാഹു പറയണം, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. നബിയെ, ആ മരത്തിന് കീഴിൽ വെച്ച് അങ്ങേക്ക് ബൈഅത്ത് നൽകിയപ്പോൾ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വഅലിമ മാ ഫീ ഖുലൂബിഹിം. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹു പറഞ്ഞ വാക്കാണത്. അവരുടെ ഹൃദയം, അതിനുള്ളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അവർക്ക് കള്ളത്തരമില്ല, അവർ അഭിനയിക്കുകയല്ല, നിഷ്കളങ്കരാണ്, സത്യസന്ധരാണ്. അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണത്. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ള് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. വഅലിമ മാ ഫീ ഖുലൂബിഹിം. ഈ ആയത്ത് സഹാബികൾക്കുള്ള തസ്കിയത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുതുബ് റിജാൽ എന്ന് പറഞ്ഞ ഹദീസിൻ്റെ വ്യക്തികളെക്കുറിച്ച് വിലയിരുത്തുന്ന കിതാബുകളില്ലേ, ഹദീസിൻ്റെ ഓരോ വ്യക്തികളെക്കുറിച്ചും റാവിമാർ അല്ലെ, എങ്ങനെ ഹദീസ് വരിക? ബുഖാരി അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, താബിഈ, സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഹദീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പേരിലായിരിക്കും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പേരുകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഓരോ പേരുകൾക്ക് കീഴിലും ഈ വ്യക്തി സ്വീകാര്യനാണോ അസ്വീകാര്യനാണോ എന്നത് പണ്ഡിതന്മാരുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരൊറ്റ കൗമിൻ്റെ കാര്യത്തിലൊഴികെ, സഹാബികളുടെ കാര്യത്തിൽ. സഹാബികൾക്ക് അദാലത്തിൻ്റെ ആവശ്യമില്ല, തഅദീലിൻ്റെ ആവശ്യമില്ല. സഹാബികൾക്ക് തസ്കിയത്ത് കൊടുക്കാൻ ഒരാളും വേണ്ടതില്ല, എന്നാൽ അള്ളാഹു തസ്കിയത്ത് കൊടുത്തിട്ടുണ്ട്. സഹാബിയുടെ പേരിന് നേർക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് കാണൂല? പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകാര്യമാണ് എന്ന് പറയില്ല. കാരണം സഹാബിയാണെന്ന് സ്ഥിരപ്പെട്ടാൽ മതി, ഖലാസ്, പിന്നെ വർത്താനല്ല. പിന്നെ ആൾ സ്വീകാര്യനാണോ അല്ലേ എന്നുള്ള വർത്താനത്ത് വകുപ്പില്ല. കാരണം അള്ളാഹുവിൻ്റെ തസ്കിയത്ത് അവർക്കുണ്ട്.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയും ജഹാലത്തു സഹാബി ലാ തദുർ. ഹദീസിൻ്റെ സനദ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി കേട്ടു, ഇന്ന സഹാബി അബൂ ഹുറൈറ, ഇന്ന താബിഈ കേട്ടു, ഇന്ന ആള്, ഇന്ന താബിഈ കേട്ടു, ഇങ്ങനെ സഹാബിയുടെ സനദ് ഉണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ ഒരു സനദിൽ പറയാൻ മദീനയിലുള്ള ഒരു വയസ്സായ മനുഷ്യൻ പറഞ്ഞു എന്ന് വിചാരിക്കും. ഒരു സനദിൽ താബിഈങ്ങളുടെ കാലത്ത്, അല്ലെങ്കിൽ താബിഈങ്ങളുടെ കാലത്ത് മദീനയിലുള്ള ഒരു സാലിഹായ മനുഷ്യൻ പറഞ്ഞു എന്നുണ്ട്. ആ ഹദീസ് സ്വീകരിക്കുകയില്ല. കാരണം മദീനയിലെ സാലിഹായ മനുഷ്യൻ ആരാണ്? ആളറിയില്ല. ആളറിയാത്തിടത്തോളം ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. ആരിലൊഴികെ? സഹാബികളുടെ കാലഘട്ടത്തിലൊഴികെ. സഹാബികളുടെ കാലത്ത് ആളാരാണ് പറഞ്ഞതെന്ന് പോലും അറിയേണ്ടതില്ല, സഹാബിയാണെന്ന് പറഞ്ഞാൽ മതി. ഒരു താബിഈ പറയണം എന്നോടൊരു സഹാബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, ഖലാസ് കഴിഞ്ഞു. ആളാരാണെന്ന് പോലും അറിയേണ്ടതില്ല. അതാണ് അവർക്കുള്ള തസ്കിയത്ത്, അതാണ് അവർക്കുള്ള തഅദീൽ. താബിഈങ്ങൾ ഈ കാലത്ത് ബിദ്അത്തിന്റെ കക്ഷികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് നിങ്ങൾ മുആവിയയെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ അബൂ സുഫിയാനെ ചീത്ത പറയുന്നു റളിയല്ലാഹു അൻഹു അജ്മഈൻ, പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥിരപ്പെട്ട കാര്യമാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവരാരാണെന്ന് അറിയുക പോലും ചെയ്യാതെ ഹദീസ് വന്നാൽ പോലും സ്വീകരിക്കാം എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മുസ്നദ് അഹ്മദ് എടുത്തു നോക്കിയാൽ മുസ്നദ് അഹ്മദ് എങ്ങനെയാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്? സഹാബിമാരുടെ ഹദീസിനെ അടിച്ചാൽ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഹദീസ് ആദ്യം, ഉമർ ഖത്താബിൻ്റെ ഹദീസ് പിന്നീട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി, ഇങ്ങനെയാണ് ഓരോ സഹാബിമാരുടെ പേരാണ്. അതിലൊരു ഭാഗം എന്താണ്? ഒരു ഭാഗം റജുലുൻ മിൻ അസ്ഹാബി റസൂലില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു. ആര് പറഞ്ഞു? ആരാണെന്നറിയില്ല, സഹാബിയാണ്, അത്രയേ ഉള്ളൂ. ഹദീസ് സ്വീകാര്യമാണ്. ആരാണെന്ന് പോലും അറിയേണ്ടതില്ല, സഹാബിയാണ് സ്ഥിരപ്പെട്ടാൽ മാത്രം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാർക്കുള്ള തഅദീൽ, അവരുടെ വിശ്വസ്തതക്കുള്ള സർട്ടിഫിക്കറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂ സുർഅത്ത് റാസി അദ്ദേഹം പറഞ്ഞ വാക്ക് ഗൗരവമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്ത അർ-റജുല യൻതഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലം അന്നഹു സിൻദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ഒരാളെ ആരെങ്കിലും വില കുറക്കുന്നത് നീ കണ്ടാൽ, അവരെ കുത്തി പറയുന്നതോ ആക്ഷേപിക്കുന്നതോ കണ്ടാൽ, ഫഅലം അറിഞ്ഞുകൊള്ളുക, അന്നഹു സിൻദീഖ്, അവൻ ദീനില്ലാത്ത, മനസ്സിൽ ഇസ്ലാമില്ലാത്ത കപട വിശ്വാസിയാണ്. സിൻദീഖ് എന്ന വാക്ക് സലഫുകൾ, മുൻഗാമികൾ മുനാഫിഖിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞു, ذلك أن رسول الله صلى الله عليه وسلم حق والقرآن حق وما جاء به حق. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഹക്കാണ്, ഹദീസ് ഹക്കാണ്, ഇസ്ലാം ഹക്കാണ്. وإنما أدى إلينا ذلك كله الصحابة. ഇതെല്ലാം നമുക്ക് എത്തിച്ചെന്ന സഹാബിമാരാണ്. وهؤلاء يريدون أن يجرحوا شهودنا. ഈ ദീന് നമുക്ക് എത്തിച്ചു തന്ന സാക്ഷികളെ ആക്ഷേപിക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. ഫൽജർഹു ബിഹിം ഔല വഹും സനാദിഖ. അതുകൊണ്ട് സഹാബിയെ ഒരുത്തൻ ആക്ഷേപിക്കുന്നെങ്കിൽ അവനാണ് ആക്ഷേപിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവൻ, സഹാബിയല്ല. ഇപ്പം ഈ അടുത്ത് ഒരാൾ മരിച്ചു, ഒരു നദ്വി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരെ കേട്ടാൽ ഇറക്കുന്ന വാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ച ഒരുത്തനാണ് അയാൾ. മുആവിയയെക്കുറിച്ച് ഈ ഉമ്മത്തിലെ ഫിർഔനാണെന്ന് പറഞ്ഞില്ല, അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞ ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഇയാൾ മരിച്ചപ്പോൾ ചില ആൾക്കാർ അയാളെ ആക്ഷേപിക്കുമ്പോൾ അയാളുടെ പുറകിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ മരിച്ച ഒരാളെ കുറ്റം പറയുന്നത് എന്തിനാണ്? ഇപ്പം മുആവിയ മരിച്ചിട്ടില്ലേ? അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചവന് യാതൊരു കറാമത്തുമില്ല, യാതൊരു ആദരവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബിയൻ, കാതിബുൽ വഹ്യൻ, ഖുർആൻ രേഖപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച സഹാബിമാരിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പം മരിച്ചുപോയവനെ ആക്ഷേപിക്കരുത് എന്നാണ്. മുആവിയ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനെ ആക്ഷേപിക്കുന്നവരെ കുറിച്ച് അബൂ സുർഅ പറഞ്ഞ വാക്കാണ്, ഫൽജർഹു ബിഹിം ഔല വഹും സനാദിഖ. അവർക്കാണ് ആക്ഷേപം ഏറ്റവും അർഹമായിട്ടുള്ള, സഹാബികൾക്കല്ല.
ഓം ജനാദിക്, അവർ കാപടന്മാരാണ്. ഇസ്ലാമിൻ്റെ ഖൈറല്ല അവർ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് അവരോട് നമുക്ക് മനസ്സിലാക്കാനുള്ള ബാധ്യത അവരുടെ ഈ പറഞ്ഞ ശ്രദ്ധതയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, സഹാബിമാർ ഞാൻ പറഞ്ഞു അവർക്ക് ശ്രദ്ധതയുണ്ട്, വലിയ പദവിയുണ്ട്. ഈ പദവികളിൽ, ഈ ശ്രദ്ധതകളിൽ അവർക്കിടയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അവർക്കെല്ലാവർക്കും ശ്രദ്ധതയുണ്ട്. പക്ഷെ ആ ശ്രദ്ധത എല്ലാവർക്കും ഉണ്ട്, ഫദ്ല് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഫദ്ലിൻ്റെ കാര്യത്തിൽ അവർ വ്യത്യസ്ത പദവിയിലാണ്. എല്ലാവരും ഒരേ പദവിയിലല്ല. നബിമാരുടെ കാര്യത്തിലുള്ളതുപോലെ എല്ലാ നബിമാരും ശ്രദ്ധരാണ്. പക്ഷേ നബിമാർ അവർക്കിടയിലുള്ള ശ്രദ്ധതയുടെ കാര്യത്തിൽ അവർക്കിടയിൽ എന്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഫ്ളലുൽ അംബിയ ആണ്. ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം, അതിനുശേഷം അദ്ദേഹത്തിനാണ് ശ്രദ്ധതയുള്ളത്. പിന്നീട് ഉലുൽ അസ്മിൽപ്പെട്ട ബാക്കി നബിമാർ, പിന്നീട് റസൂലുകൾ, പിന്നീട് നബിമാർ, ഇങ്ങനെ ശ്രേഷ്ഠതയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഇതുപോലെ തന്നെ സഹാബിമാർ അവർക്കിടയിൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അവരെല്ലാവരും ഒരേ പദവിയിലല്ല. ഈ ഏറ്റക്കുറച്ചിൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന് വ്യക്തിപരമായത്, മറ്റൊന്ന് ഓരോ കൂട്ടത്തിനുമുള്ള ശ്രേഷ്ഠത. ഒന്ന് ഓരോ വ്യക്തികൾക്കുള്ള ശ്രേഷ്ഠത, രണ്ട് സഹാബികളിലെ ചില കൂട്ടങ്ങൾക്കുള്ള ശ്രേഷ്ഠത. ഉദാഹരണത്തിന് കൂട്ടങ്ങളുടെ കാര്യം ആദ്യം പറയാം. സഹാബികളെ പ്രധാനമായി വിഭജിക്കാവുന്നത് മുഹാജിറുകൾ, അൻസാറുകൾ എന്നാണ്. മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? മുഹാജിറാണ് അൻസാറാണോ? ഉറപ്പന്നെ. അൻസാരികൾക്ക് ആരുമില്ല. ഒരാൾ പറയാല അൻസാരിയാണ് ഇല്ല. മുഹാജിറുകളാണ് അൻസാരികളെക്കാൾ മൊത്തത്തിൽ ശ്രേഷ്ഠതയുള്ളത്. അതിനർത്ഥം ഏതെങ്കിലും ഒരു അൻസാരിക്ക് ഏതെങ്കിലും ഒരു മുഹാജിറിനേക്കാൾ ശ്രേഷ്ഠത കൂടുതല എന്നാണോ? അല്ല, അങ്ങനെയല്ല. ഒരു വിഭാഗം എന്ന അർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ മുഹാജിറുകൾക്കാണ് അൻസാരികളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. പക്ഷെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അൻസാരിക്ക് ഏതെങ്കിലും ഒരു മുഹാജിറിനേക്കാൾ അധികം ശ്രേഷ്ഠത ഉണ്ടായേക്കാം. അപ്പോൾ ഇതാണ് ഒരു കൂട്ടം എന്ന അർത്ഥത്തിൽ മുഹാജിറുകളാണ് അൻസാരികളേക്കാൾ ശ്രേഷ്ഠ. മൊത്തത്തിൽ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹാജിറുകളാണ്. അതിന് താഴെയാണ് അൻസാരികൾ. അതിൽ തന്നെ അവർക്കിടയിൽ വേറെയും വേർതിരിവുകളുണ്ട്. ബദ്രീങ്ങൾ അവർ ഉഹദിൽ പങ്കെടുത്തവരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. ഉഹദിലുള്ളവർ അവർക്ക് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ബൈഅത്തു റിദ്വാനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് ചെറിയ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ശ്രേഷ്ഠതകളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. മൊത്തത്തിൽ മുഹാജിറുകളാണ് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. സഹാബികൾ അവരിൽ മുഹാജിറുകൾക്ക് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠത. മാത്രമല്ല സാബിഖൂനാണ് ലാഹിഖൂനിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ആദ്യം വന്നവർക്കാണ് പിൽക്കാലത്ത് വന്നവരെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. അതുകൊണ്ടാണ് നോക്കൂ സഹോദരങ്ങൾ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനും ഖാലിദ് ഇബ്നുൽ വലീദിനും ഇടയിൽ ഒരു തർക്കമുണ്ടായി റളിയല്ലാഹു അൻഹുമ. നിങ്ങൾക്കറിയാം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരാണ്? സാബിഖാണ്, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് പിൽക്കാലത്ത് വന്നയാളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ. അവർക്കിടയിൽ ചെറിയ തർക്കമുണ്ടായി. അപ്പോൾ അവരുടെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലാണ് അവിടുന്ന് പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളെ ചീത്ത പറയരുത്. ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീഫഹു. ഖാലിദ് ഇബ്നുൽ വലീദിനെ പോലുള്ള സഹാബിമാരോട് പറഞ്ഞു വാക്കാണ്. എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം, ഉഹുദ് മലയുടെ സ്വർണം എത്ര ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ച് നോക്കിയത്? ഒരു എത്ര ടൺ ഉണ്ടാവും അത്? അത്രയും സ്വർണം ഈ കാലത്ത് ഒരാൾ ദാനം നൽകിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു കിലോ സ്വർണം ഒരാൾ ദാനം നൽകിയാൽ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ അയാൾ ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദാനശീലന്മാരിലോ മറ്റോ എണ്ണപ്പെട്ടേക്കാം.
വലിയ ദാനശീലൻ അയാൾ അറിയപ്പെട്ടേക്കാം. ഉഹുദ് മലയോളം സ്വർണം ഒരാൾ ദാനം ചെയ്തു എന്ന് വിചാരിക്കാം. ആരാണ് ഈ ദാനം ചെയ്യുന്നത്? ഖാലിദ് ഇബ്നുൽ വലീദിനെ പോലെ ഉള്ള ഒരു സഹാബി ദാനം ചെയ്യാൻ. മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീഫ. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരാൾ തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന ഒരു മുദ്, അതല്ലെങ്കിൽ അതിൻ്റെ പകുതി, അതിനോളം പോലും അത് മാ ബലഗ ദാലിക്, അത് എത്തുകയില്ല. ഈ ഉഹദ് മലയോളം സ്വർണ്ണം ഒരാൾ കൊടുത്താലും അവർ ഒരു മുദ് നൽകിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ പകുതി നൽകിയാൽ, മുദ് എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് സാധനം മനുഷ്യൻ ഇങ്ങനെ കോരിയെടുത്താൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പകുതി നൽകിയാൽ, നൽകുന്ന സ്വർണ്ണാണോ കൊടുക്കുന്നത്? അല്ല, അവരന്ന് കൊടുത്തിട്ടുണ്ടാവുക എന്തായിരിക്കും? ചിലപ്പോൾ അരിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഗോതമ്പോ മറ്റേ തെമ്മറോ ഈത്തപ്പഴമോ ഒക്കെ ആയിരിക്കും. അതിനു പകരമാവുകയില്ല ഈ ഉഹദിൻ്റെ സ്വർണം. ആ ഹദീസ് വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു, എങ്കിൽ പിൽക്കാലത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉഹദ് മലയോളം കൊടുത്താലും അവരുടെ കൈകളിലെ ഒരു അരിമണിയോളം പോലും അതെത്തുകയില്ല. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരു ഉഹദ് മല കൊടുത്താലും അവരുടെ കയ്യിലെ ഒരു അരിമണിയോളം പോലും അതെത്താൻ കഴിയുകയില്ല. അത് അത്രയും വലിയ ശ്രദ്ധതയുണ്ട് സഹാബിമാർ അവർക്കുള്ള പദവിയുടെ പ്രത്യേകതയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ രൂപത്തിലാണ്. ഓരോ കൂട്ടത്തിനും മറ്റൊരു കൂട്ടത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഒന്നാമത്തെ, ഓരോ കൂട്ടമായി തിരഞ്ഞെടുക്കുമ്പോൾ സഹാബികളുടെ ശ്രേഷ്ഠത വ്യത്യാസമുണ്ട്. രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എടുത്തു നോക്കിയാൽ, വ്യക്തികളിൽ സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സിദ്ദീഖാണ് അദ്ദേഹം. നബിമാർ കഴിഞ്ഞാൽ നോക്കണം നിങ്ങൾ, അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളയാൾ, അതാണ് അദ്ദേഹത്തിൻ്റെ പദവി. ഇജ്മാ ഉണ്ട് എന്നാണ്, അഭിപ്രായ വ്യത്യാസമല്ല. ഒരു ഉമ്മത്തിലും അബൂബക്കറിനെ പോലെ ഒരാളില്ല റളിയല്ലാഹു അൻഹു, ഒരു ഉമ്മത്തിലുമില്ല. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഉമ്മത്തിൽ മാത്രമാണ്. നബിമാർ കഴിഞ്ഞാൽ അബൂബക്കറാണ് ഏറ്റവും ശ്രേഷ്ഠൻ റളിയല്ലാഹു അൻഹു. ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെയാൾ ഉമർ ഇബ്നുൽ ഖത്താബാണ്. മൂന്നാമത്തെയാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. നാലാമത്തെയാൾ അലി ഇബ്നു അബി താലിബാണ്. ഇതിൽ ആദ്യത്തെ രണ്ടാളുകളുടെ കാര്യത്തിൽ ഇജ്മാ ആണ്, അഭിപ്രായ വ്യത്യാസമില്ല. മൂന്നും നാലും കാര്യത്തിലും ഇതുപോലെ തന്നെ ഇജ്മാ ആണ്. പക്ഷേ അത് ആദ്യ കാലഘട്ടത്തിൽ കൂഫക്കാരിൽപ്പെട്ട ചിലർ അലി ഇബ്നു അബി താലിബിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ ആ അഭിപ്രായം അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം പിന്നെ ഉണ്ടായിട്ടില്ല. അത് ആ കാലത്ത് കൂഫയിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ പറഞ്ഞ അഭിപ്രായം. അവരിൽ ചിലർ ഉസ്മാനേക്കാൾ ശ്രേഷ്ഠത അലി ഇബ്നു അബി താലിബ് ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ അഭിപ്രായം, അവർക്കുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥിരപ്പെട്ട കാര്യമാണ്, ഉസ്മാനാണ് അലി ഇബ്നു അബി താലിബിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. മാത്രമല്ല, നിങ്ങൾക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെ ഖിലാഫത്ത് അവസാനത്തിൽ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ എന്താ ചെയ്തത്? ഷൂറ ഉണ്ടാക്കുകയാണ് ചെയ്തത്. സഹാബികളിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഒരു വിഭാഗത്തെ 6 ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് ഷൂറ നിശ്ചയിക്കുകയാണ് ചെയ്തത്. അവരുടെ ഒന്നടങ്കമുള്ള അഭിപ്രായമാണ് ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളത്? ഉസ്മാനാണ് ശ്രേഷ്ഠൻ എന്നുള്ളത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ബാഖിൽ അശറൽ മുബശ്ശരീൻ, 10 സഹാബിമാർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 10 ആളുകൾ, 10 ആളുകളിൽ ബാക്കിയുള്ള ആളുകൾ, ബാക്കി 6 ആളുകൾ അവരൊക്കെ. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിലാണ് പറഞ്ഞത്. ഒരു ഹദീസിലാണ് അവരെല്ലാവരെയും പേര് പറഞ്ഞത്. അവർക്കാണ് ഈ 4 ആളുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. സഈദ് ഇബ്നു സെയ്ദ്, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ്, സുബൈർ ഇബ്നു അവ്വാം. ഈ സഹാബിമാരാണ് പിന്നീട് ശ്രേഷ്ഠതയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത ആളുകൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബിക്ക് ഒരു അബദ്ധം പിണഞ്ഞു,
അദ്ദേഹത്തെ ആക്ഷേപിച്ചവരോട് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലല്ലാഹ ഇത്തലഅ അല അഹ്ലി ബദ്രിൻ വഖാല ലഹും ഇഫ്അലൂ മാ ശിഅ്തും ഔ ഇഅ്മലൂ മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും. അള്ളാഹു ബദ്രീങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതുപോലെയുണ്ട്. അള്ളാഹു ബദ്രീങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതുപോലെയുണ്ട്. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക. ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കും. അങ്ങനെ അള്ളാഹു ബദ്രീങ്ങളോട് പറഞ്ഞതുപോലെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബദ്രീങ്ങളെ കുറിച്ച് അറിയിച്ചതാണ്. അതാണ് അവർക്കുള്ള ശ്രേഷ്ഠത. ബദ്രീങ്ങൾക്കുള്ള ശ്രേഷ്ഠത അതാണ്. സഹാബിമാർ ഈ 10 ആളുകൾ കഴിഞ്ഞാൽ പിന്നെ ഇവർക്കാണ് ശ്രേഷ്ഠതയുള്ളത്. പിന്നീട് സഹാബിമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ശ്രേഷ്ഠത എണ്ണി പറഞ്ഞ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ശ്രേഷ്ഠത. സഹാബി വനിതകളുടെ കാര്യത്തിൽ 3 ആളുകൾ അവരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. ആരൊക്കെയായിരിക്കും? ഒന്ന് ഖദീജ ബിൻതു ഖുവൈലിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പത്നിയാണ് അവർ, റളിയല്ലാഹു അൻഹ. 2 ആയിഷ ബിൻതു സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. 3 ഫാത്തിമ ബിൻതു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നു ഫാത്തിമ. ഈ 3 ആളുകൾ അവർ സ്വഹാബി വനിതകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. അവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്? അല്ലേ, പ്രത്യസം ഞങ്ങളോട് ചർച്ചകളുണ്ട്. പല പണ്ഡിതന്മാരും ഖദീജയും ആയിഷയും ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞു ഖദീജയെക്കുറിച്ച് അവരാണ് ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ ആയിഷയുടെ ഹദീസുകൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. ആയിഷയെക്കുറിച്ച് പറയുമ്പോൾ ഖദീജയെക്കുറിച്ചുള്ള ഹദീസുകൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. കാരണം ഹദീസുകൾ അവരുടെ വിഷയത്തിലുള്ള ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ശക്തമാണ്. അതിൽ അത്ഭുതകരമായ കാര്യം, ഖദീജയുടെ ശ്രേഷ്ഠത പറയുന്ന മിക്ക ഹദീസുകളും വന്നിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന മിക്ക ഹദീസുകളുള്ളത് ആയിഷ ബിയുടെ ഹദീസ് ആയിക്കൊണ്ട് ആയിഷ ബിയാണ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതാണ് സ്വഹാബികൾക്കുള്ള ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ശരി, 1-2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് അറിയിച്ചാൽ അതിൻ്റെ അർത്ഥം മറ്റെല്ലാ സ്വഹാബികളെക്കാളും അവർ മുന്നിലാണ് എന്നല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഷിയാക്കൾ പലപ്പോഴും ഉണ്ടാക്കാറുള്ള സംശയങ്ങളിൽ പെട്ടതാണിത്. അലി റബ്ബിൻ അബി താലിബിനെ കുറിച്ചുള്ള ഹദീസ് പറയുന്നില്ല, ഇങ്ങനെ അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് അബൂബക്കർ അലി ഇബ്നു അബി താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതർദ അൻ തകൂന ബിമൻസിലതി ഹാറൂന അതർദ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ. മൂസാ നബി അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹാറൂനിനുണ്ടായിരുന്നത് പോലെയുള്ള പദവി എൻ്റെ അടുക്കൽ നിനക്കുണ്ടാകുന്നത് നിനക്ക് തൃപ്തികരമല്ലേ? അപ്പോൾ പറഞ്ഞില്ലേ, മൂസാ നബി ഹാറൂൻ നബി രണ്ടുപേരും എങ്ങനെയായിരുന്നു? അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ഇബ്നു അബി താലിബ്. എന്താ ഇപ്പോൾ പറയാ? നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇത് ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശ്രേഷ്ഠത പറയുന്നത് എല്ലാത്തിലും മറ്റ് അബൂബക്കറിനേക്കാൾ മുന്നിലാണ് എന്ന അർത്ഥമില്ല. എല്ലാത്തിലും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, അഫ്റദുക്കും സെയ്ദ്, നിങ്ങളിൽ ഏറ്റവും അധികം അനന്തരാവകാശത്തിൻ്റെ നിയമം അറിയുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവാണ്. അത് ആ ഒരു പ്രത്യേക കാര്യത്തിലുള്ള പദവിയാണ്, എല്ലാ കാര്യത്തിലുമുള്ള ശ്രേഷ്ഠതയല്ല. മാത്രമല്ല അലി ഇബ്നു അബി താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എപ്പോഴാണ്? അവിടുന്ന് യുദ്ധത്തിന് പോകുന്ന വേളയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെടുന്ന വേളയിൽ അലി ഇബ്നു അബി താലിബിനെ മദീനയിൽ അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അമീറായി നിശ്ചയിച്ചു. അപ്പോൾ അലി ഇബ്നു അബി താലിബ് കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ എന്നെ ആക്കിയിട്ട് പോകണം. അങ്ങും സഹാബികളൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത്. കാരണം എന്താ? മൂസാ നബി അലൈഹി സ്വലാം 40 ദിവസം അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള മീഖാത്തിന് വേണ്ടി പോകുമ്പോൾ
ആരെ നിശ്ചയിച്ചത്? ഹാറൂനെയാണ് നിശ്ചയിച്ചത്. അതേപോലെ നിന്നെ ഞാനിതാ മദീനയിലെ കാര്യം ഏൽപ്പിക്കുകയാണ്. അതൊരു പ്രത്യേക കാര്യത്തിലുള്ള ശ്രേഷ്ഠതയാണ്. പക്ഷേ പറഞ്ഞത് ഇത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു സഹാബിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ കാര്യത്തിലും മറ്റു സഹാബിമാരെക്കാൾ മുന്നിലാണെന്ന് അർത്ഥമാക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാളേക്കാളും ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ, ഫദ്ലിൻ്റെ കാര്യത്തിൽ, മഹത്വത്തിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഈ പറഞ്ഞ ശ്രേഷ്ഠത, സ്വഹബത്തിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ കാര്യത്തിൽ ആ പദവി അതിനോട് എത്താൻ കഴിയുന്ന, അതിനോട് കിടപിടിക്കുന്ന ഒരാളും സഹാബികൾക്ക് ശേഷമുള്ള ആളുകളിലില്ല. ഒരാളുമില്ല. എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ ആലിമാകട്ടെ, എത്ര വലിയ ഖൈർ ചെയ്ത ആളാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയോട് താരതമ്യം ചെയ്യപ്പെടാവുന്ന ഒരാളും സഹാബികൾക്ക് പുറമേ ഉള്ളവരിലില്ല. പ്രത്യേകം മനസ്സിലാക്കണത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, മുആവിയയെ ഖലീഫ എന്ന് വിളിക്കാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ മാത്രം ഖലീഫ എന്ന് വേറിട്ട് വിളിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ച ആൾക്കാരുണ്ട്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനുള്ള ശ്രേഷ്ഠതയെ ഇകഴ്ത്തുക എന്ന സൂചന ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ അവരോട് ചോദിച്ചു, മുആവിയയാണോ ശ്രേഷ്ഠൻ, അല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ? നമുക്കറിയാം ഉമർ ഇബ്നു അബ്ദുൽ അബ്ബാസി ഖലീഫയായിരുന്നു. അദ്ദേഹം പിന്നെ അങ്ങേറ്റം നീതിപൂർവ്വം ഭരിച്ച ആളാണ്. പക്ഷേ ഇത് കുറഞ്ഞ കാലം ഭരിച്ചിട്ടുള്ളൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ അല്ല മുആവിയയാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ള ആൾ? ഇത് കേട്ട ഇമാം അഹ്മദ് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഅദല്ലാഹ്, അള്ളാഹുവിൽ രക്ഷ തേടുന്നു എന്നാണ്. അങ്ങനെ ചോദ്യം കേൾക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. സഹാബിയോട് പിൽക്കാലത്തുള്ള ഒരാളെ താരതമ്യം ചെയ്യുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടും. മുൻഗാമിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടത്തിയ യുദ്ധങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുതിര, അതിൻ്റെ മൂക്കിൽ പറ്റിപ്പിടിച്ച ഒരു മണൽത്തരി, ആ മണൽത്തരി പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനൊപ്പമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ പദവി ഒരിക്കലും അവിടുത്തെ ഒരു നിമിഷമെങ്കിലും കണ്ണുകൊണ്ട് ഒന്ന് ജീവനോടെ കാണാൻ കഴിയുക എന്ന പദവി അത് എന്ത് അമൽ കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. അത് അള്ളാഹ് തിരഞ്ഞെടുത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ പറ്റുകയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പദവിയിൽപ്പെട്ടതാണ് ആ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. പിൽക്കാലത്തുള്ള ഒരാളിലും ഈ പറഞ്ഞ ശ്രേഷ്ഠത. ഇമാം അഹ്മദ് അദ്ദേഹം പറഞ്ഞു, ഫഅദ്നാഹും സുഹ്ബതൻ വഅഫ്ളു മിനൽ ഖർനി അല്ലദീ ലം യറൗഹു വലൗ ലഖുല്ലാഹ ബിജമീഇൽ അമാൽ. സഹാബികളിലെ ഏറ്റവും ചെറിയ സഹാബി, കുറഞ്ഞ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, ഒരു നിമിഷം കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഹജ്ജിന് സഹാബികൾ, ധാരാളം സഹാബികൾ ഉണ്ടായത് ഹജ്ജിലാണ് ഏറ്റവും ആളുകൾ ഒരുമിച്ച് കൂടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോട്ടം കണ്ടൊരു സഹാബി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ പദവിയോളം ഒരാൾക്ക് എത്താൻ കഴിയില്ല. വലൗ ലഖുല്ലാഹ ബിജമീഇൽ അമാൽ, എല്ലാ അമലും ചെയ്തിട്ട് പിൽക്കാലത്തുള്ള ഏതെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ പോലും ആ സഹാബിയുടെ പദവി പോലും എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, സഹാബത്തിനുള്ള പദവി നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും ഒരു സഹാബിക്കെതിരെ മോശമായ ഒരു വാക്കിൻ്റെ പകുതി പോലും നാവിൽ നിന്ന് വരരുത്. അതല്ലെങ്കിൽ മോശമായ ഒരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടാകരുത്. മൂന്നാമത്തെ കാര്യം കുറച്ച് സമയം മുന്നേ അറിയിക്കണേ. മൂന്നാമത്തെ കാര്യം അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അവരെ സ്നേഹിക്കുക എന്നുള്ളത്. മഹബ്ബത്തുഹും, സഹാബികൾ അവരെ സ്നേഹിക്കുക എന്നത്. അത് ഈ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ഈ ആയത്ത് ഏത് ആയത്തിന് ശേഷം വന്നത്? ഇതിന് തൊട്ട് മുൻപുള്ള ആയത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? അതിന് തൊട്ട് മുൻപുള്ള ആയത്തിൽ ഫുഖറാഇൽ മുഹാജിരീൻ
അതേപോലെ വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാൻ, മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറ വല്ലദീന ജാഉ മിൻ ബഅദിഹിം, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്നവർ അവർ പറയുന്നത് എന്താ? റബ്ബന ഇഗ്ഫിർ ലനാ, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തിരണേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുൻപ് വന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. അത് ആരവിടെ? ആദ്യവിടെ സഹാബികളാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, ഞങ്ങളുടെ മനസ്സിൽ മുഅ്മിനീങ്ങളോട് അള്ളാഹുവെ ഒരു ചെറിയ വിദ്വേഷത്തിൻ്റെ കണിക പോലും ബാക്കി വച്ചേക്കരുത്. സഹാബിയുടെ ഹൃദയത്തിൽ ഒരു വിദ്വേഷം ഉണ്ടാകുക പാടില്ലാത്ത കാര്യമാണ്. അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അവരോടുള്ള സ്നേഹം ഈമാനിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. എളുപ്പത്തിൽ മനപ്പാടാക്കാവുന്ന ഹദീസാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഈമാനിൻ്റെ അടയാളമാണ് അൻസാരികളോടുള്ള സ്നേഹം. കപട വിശ്വാസത്തിൻ്റെ അടയാളമാണ് അൻസാരികളോടുള്ള വെറുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, അൻസാരികൾക്കാണോ മുഹാജിറുകൾക്കാണോ കൂടുതൽ ശ്രദ്ധയുള്ളത്? മുഹാജിറിനാണ്. അൻസാരിയോടുള്ള സ്നേഹം ഈമാനിൻ്റെ അടയാളമാണെങ്കിൽ മുഹാജിറിനോടുള്ള സ്നേഹം എന്തുകൊണ്ടത് അങ്ങനെ ആയിരിക്കും? കാരണം എന്താ? മുഹാജിറാണ് അൻസാറിനേക്കാൾ ശ്രദ്ധതയുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്, ഒരു മനുഷ്യൻ പരലോകത്ത് ചെന്നെത്തുക അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പമായിരിക്കും. അൽ മർഉ മഅ മൻ അഹബ്, അവൻ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തൊരാളുണ്ടാവുക. ഈ ഹദീസ് ഒരേ സമയം സന്തോഷ വാർത്തയാണ്, അതേസമയം താക്കീതുമാണ്. ഇത് താക്കീതാവുന്നത് എങ്ങനെ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ ഫുസാക്കുകളായ ദീനിന് എതിരെ നിൽക്കുന്ന വൃത്തികേടുകൾ പ്രവർത്തിക്കുന്ന ആളുകളോടുള്ള സ്നേഹം ചിലപ്പോൾ നിങ്ങളെ പരലോകം ഇല്ലാതാക്കി കളയും. അത് എന്ത് കളീൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇതൊക്കെ ഈ പേര് പറഞ്ഞിട്ടുള്ള സ്നേഹം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? നിങ്ങളെ അപകടത്തിലേക്ക് എത്തിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്, മനുഷ്യൻ അവൻ സ്നേഹിച്ച ആൾക്കാരൊപ്പം ഉണ്ടാവുക. ഇന്ന് ചില ആൾക്കാരുടെ ഈ വിഷയത്തിലുള്ള സ്നേഹം കണ്ടാൽ വേറെ ഒരു കാര്യത്തിൽ ഇതുപോലെ സ്നേഹമല്ല. അപ്പം നാട്ടിൽ നിന്ന് വരുന്നത് അല്ലേ? കുട്ടികൾ എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത് ഈ ആളുകളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ. നബിനെ കുറിച്ചോ സഹാബത്തിനെ കുറിച്ചോ അവർ ഇന്നുവരെ ജീവിതത്തിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, ചിന്തിച്ചിട്ടുണ്ടല്ലോ. സ്നേഹം കടുക്കാണ്. ഞാൻ ഒരു റോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഗോൾ അടിച്ച സമയത്ത് കുട്ടികൾ അലറുകയാണ്. അലറിയിട്ട് ആൾക്കാർ പേടിച്ചു പോകുന്ന ആദ്യം അലറുന്നത്. ഇങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യാണ്? വ്യക്തികളോടുള്ള സ്നേഹം കടുത്തിട്ട് ജീവൻ വരെ നൽകാവുന്ന, ഏതോ നമ്മുടെ നാട്ടിൽ തന്നെ തോന്നുന്നത്, ഏതോ ടീം തോറ്റിട്ട് ഒരാൾക്ക് അതിൻ്റെ വിഷമം കാരണം സ്ട്രോക്ക് ആയിട്ട് പറ്റി വന്നിട്ട് അയാൾ ഇപ്പോഴും കിടപ്പിലാണ്, കഴിഞ്ഞ ലോകകപ്പിലാട്ട്. ഈ ഹദീസ് ഒരേ സമയം സന്തോഷ വാർത്തയാണ്, അതേ സമയത്ത് താക്കീതുമാണ്. കാരണം നിൻ്റെ സ്നേഹം വേണ്ടാത്ത ആൾക്കാരോടായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഇത് കടുത്തു പോയി കഴിഞ്ഞാൽ നീ അവസാനം പരലോകത്ത് എവിടെയാണ് ഉണ്ടാവുക പേടിക്കേണ്ട കാര്യമാണ്. തിരിച്ചു അതേപോലെ തന്നെ അനസ് ഇബ്നു മാലിക് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതുപോലെ സന്തോഷം ഉണ്ടാക്കി വേറെ ഹദീസിലാണ്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബാ ബക്ർ വഉമർ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നുണ്ട്. വഅർജു അൻ അകൂന മഅഹും യൗമൽ ഖിയാമത്തി വഇൻ ലം അഅമൽ ബിഅമാലിഹിം, ഞാൻ അവരെപ്പോലെ അമൽ ചെയ്തിട്ടില്ലെങ്കിലും അവരോടുള്ള സ്നേഹം കാരണത്താൽ പരലോകത്ത് അവരൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സ്നേഹം ആരോടാണെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. നിങ്ങൾ നോക്കൂ, ഈ സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം ശരിക്കും ഈ കളിൻ്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാർക്ക് കാണാൻ. സ്നേഹമുള്ളവൻ എന്താ ചെയ്യുക എന്നുള്ളത് അവരുടെ അടുത്ത് കാണാൻ. കടുത്ത് സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കുക. അവർക്ക് ഇവരെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അറിയാം, ഏത് കാലത്ത് ജനിച്ചു, എത്ര എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ ഗോളടിച്ചു. ഒരു മനുഷ്യന് ചിലപ്പോൾ യാതൊരു ഉപകാരമില്ലാത്ത കണക്കുകൾ വരെ ഇവർ മനപ്പാടാക്കിയിട്ടുണ്ടാവും.
അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി രാത്രിയിൽ ഇരുന്നിട്ട് മനപ്പാടാക്കിയതാണോ? അല്ല. അവരുടെ ഈ മനപ്പാടവും അവരുടെ ഈ അവരെക്കുറിച്ചുള്ള വിവരങ്ങളും എത്ര സൂക്ഷ്മമായിട്ട് അവർക്ക് അറിയുന്നത്. പക്ഷേ നമ്മളോട് ചോദിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരാരൊക്കെയാണ്, അവിടുത്തെ മക്കളാരൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടം എപ്പോഴാണ് മദീനയിലെത്തിയത്, എന്തൊക്കെ ഉണ്ടായത്, എത്ര യുദ്ധങ്ങളുണ്ടായി, എന്തൊക്കെ അവിടുന്ന് ചെയ്തത്, എങ്ങനെയായിരുന്നു അവിടുത്തെ പകൽ, എങ്ങനെയായിരുന്നു രാത്രി, നമ്മളോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാം? ഇന്ന് ഈ കാണുന്ന കുട്ടികൾ ഇവർ ഈ പറയുന്ന സ്പോർട്സിലും മറ്റൊക്കെ ഉള്ള ആൾക്കാരെ കുറിച്ച് അറിയുന്ന, അല്ലെ, അവൻ കല്യാണം കഴിച്ചോ, ആരെ ഭാര്യ ഉള്ളത്, എത്ര ഭാര്യ ഉണ്ട്, ഇതൊക്കെ ഇവർ അറിയണ്ടാവും. ചിലപ്പോൾ അവൻ്റെ എന്തൊക്കെ അവൻ്റെ ചെറിയൊരു വാർത്ത ചിരിച്ചാൽ വരെ അത് ഫോളോ ചെയ്യാനോ അത് ഷെയർ ചെയ്യാനോ നടക്കണം. അവൻ്റെ ഇഷ്ടം അത്ര കടുത്തതുകൊണ്ട്. ഓക്കെ, നമ്മൾ സ്നേഹമുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കഥ എന്താണ്? സഹാബത്തിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പരിശോധിക്കണേ. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിലും അവരെക്കുറിച്ച് പഠിക്കുന്നതിലും നമ്മൾ എത്ര താല്പര്യത്തിലുണ്ട്, എത്ര അതിന് ശ്രമിക്കുന്നുണ്ട്, ശരിക്കും പരിശോധിക്കേണ്ട കാര്യം. സ്നേഹം മനുഷ്യനെ എന്തു ചെയ്യുമെന്നതിന് തെളിവാണ് ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളും ഇതേപോലെ സ്നേഹമുണ്ട് എന്ന് ചിലരെക്കുറിച്ച് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ കാര്യത്തിൽ എന്താണ്, എവിടെയാണ് എത്തിയിട്ടുള്ളത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അവരോട് സ്നേഹമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് നമ്മളവരെ സ്നേഹിക്കുന്നത്? സഹാബികളെ സ്നേഹിക്കുന്നത് എന്തിനാണ് സ്നേഹിക്കുന്നത്? ഒന്നാമത്തെ കാരണം അള്ളാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവരോട് സ്നേഹമാണ്. അതാണ് ഒന്നാമത്തെ കാരണം. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണിത്. കാരണം അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതെല്ലാം നമുക്കും ഇഷ്ടമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്കും ഇഷ്ടമുള്ളതായിരിക്കണം. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എണ്ണപ്പെട്ട ചരിത്രങ്ങളിലൊന്ന് നമുക്ക് ഈ സ്നേഹം എങ്ങനെയായിരുന്നു അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചതിന് അടയാളമാണ്. മക്ക വിജയിച്ചടക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തിയപ്പോൾ അപ്പോഴാണ് അബൂബക്കറിൻ്റെ വാപ്പ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത്. വളരെ പ്രായമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അബൂ ഖുഹാഫയെയും കൊണ്ട്, നല്ല പ്രായമായ ഈ മനുഷ്യനെ കൊണ്ട്, അദ്ദേഹത്തെ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് പ്രായമുള്ള അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ട്, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഇല്ല അള്ളാഹുവിൻ്റെ റസൂൽ, അദ്ദേഹം അങ്ങയുടെ അടുത്തേക്കാണ് വരേണ്ടത്, അങ്ങോട്ട് പോകേണ്ടതില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നുകൊണ്ട് അബൂബക്കറിൻ്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ എളാപ്പ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്കിതിനേക്കാൾ സന്തോഷം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ വാപ്പൻ മുസ്ലിമാൻ. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് സന്തോഷം പകരുന്നത് അങ്ങയുടെ എളാപ്പ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹം നോക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനുള്ള സ്നേഹം അദ്ദേഹത്തിനുണ്ടാക്കിയ സ്വാധീനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ സ്നേഹിക്കണം. അവിടുന്ന് സഹാബിമാരെ അങ്ങേറ്റവും സ്നേഹിച്ചിരുന്നു, വല്ലാതെ സ്നേഹിച്ചിരുന്നു. സഹാബികളെ അവിടുന്ന് അങ്ങേറ്റവും സ്നേഹിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് സഹാബിമാരോടുണ്ടായിരുന്ന പ്രിയം അത്ര വലുതായിരുന്നു. അവിടുന്ന് വഫാത്താകുന്നത് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൃപ്തരായിക്കൊണ്ടാണ്. വഫാത്താകുന്ന ദിവസം അവർ സുബ്ഹ് നിസ്കരിക്കുന്നത് അവിടുന്ന് തൻ്റെ വീട്ടിൻ്റെ വിരിപ്പ് മാറ്റിക്കൊണ്ട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് അത് വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുന്ന് അവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്നേഹിക്കണം, അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്നേഹിക്കണം. ഒന്ന് അതാണ്, ഒരു കാരണം അതാണ്, പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഈ ഉമ്മത്തിനുമേൽ വലിയ ഔദാര്യമുണ്ട്. അവർ ചെയ്ത പ്രവർത്തനം അത്ര വലുതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കൊണ്ട് ലഭിച്ച മിന്നത്ത്, ഫദ്ല്, ഔദാര്യങ്ങൾ, ശ്രേഷ്ഠതകൾ അത്രയും വലുതാണ്. സൂറത്തുൽ ബഖറ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയായിരുന്ന ബനൂ ഇസ്രായേലുകാർ അവർ ചെയ്ത അതിക്രമങ്ങളുടെ ഫലമായിട്ടാണ് അവരിലെ പിൽക്കാലക്കാർക്ക് പല വിധിവിലക്കുകളും കടുപ്പമാക്കപ്പെട്ടത്.
അവർക്ക് പ്രയാസമുണ്ടായതിന് ഇതിന് വലിയ കാരണം ആരായിരുന്നു? ഇവരെ മൂസാ നബിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേലുകാരാണ്. ഇവരുടെ അതിക്രമം കാരണം പിൽക്കാലത്തുള്ളവർക്ക് നിയമങ്ങൾ പലതും കടുപ്പമാക്കപ്പെട്ടു, ഇവരുടെ ധിക്കാരം കാരണത്താൽ. പക്ഷേ നമ്മുടെ ഈ ഉമ്മത്ത് നമുക്ക് പലതും എളുപ്പമാക്കപ്പെട്ടതിൻ്റെ കാരണങ്ങളിലൊന്ന് സ്വഹാബിമാരാണ്. കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അത്രയും ലളിതമായി സ്വീകരിക്കുമായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ ദീൻ അത്ര സ്നേഹത്തോടെ സ്വീകരിച്ചത് കാരണത്താൽ അള്ളാഹ് അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവരുടെ മേൽ നിന്ന് അള്ളാഹു പ്രയാസങ്ങൾ എടുത്തു നീക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് ലഭിച്ച ശ്രേഷ്ഠതയാണ്, നമുക്ക് അവരെ കൊണ്ടുണ്ടായ ഖൈറിൽ പെട്ടതാണ്. മാത്രമല്ല അവർ ഖുർആൻ എത്തിച്ചു തന്നത്, ഹദീസ് എത്തിച്ചു തന്നത്, നമ്മളിന്ന് ഇസ്സത്തോടുകൂടി ദീനിനെ കുറിച്ച് പറയുന്നത് അവരെത്തിച്ചു തന്നാണ്. ഏത് കാലഘട്ടത്തിൽ ഒരു കമ്പ്യൂട്ടറോ ഒരു പുസ്തകങ്ങളോ കാര്യമായി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ ദീന അവരടുത്ത തലമുറക്ക് കൈമാറിയത് നിങ്ങൾ നോക്കും. എത്ര സുരക്ഷിതമായിക്കൊണ്ടാണ്, എത്ര വൃത്തിയിലാണ്. സഹാബികൾ നമുക്കിത് എത്തിച്ചു തന്നതുകൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളില്ലെങ്കിൽ കുടുംബജീവിതം എവിടെയാണ്? അവർ ഈ ദീൻ നമുക്ക് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിലാഫത്ത്, ഉമറിൻ്റെ ഖിലാഫത്ത് റളിയല്ലാഹു അൻഹു, ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളല്ലാത്തവർ വരെ അതിനെപ്പറ്റി നല്ലത് പറഞ്ഞു. കാരണം നീതി കൊണ്ട് നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. ഓക്കെ, നമുക്ക് എന്തൊരു ഇസ്സത്തുള്ള തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്, മുൻഗാമികളായിട്ട്. അള്ളാഹു നൽകിയ ഖൈറിൽ പെടാം. ഈ ഉമ്മത്തിന് ധാരാളം ഖൈർ ലഭിക്കാൻ അവർ കാരണമായിട്ടുണ്ട്. അത് അവരോടുള്ള സ്നേഹത്തിന് കാരണം. 2, 3 പൊതുവെ മനുഷ്യർ നന്മയുള്ളവരോടുള്ള സ്നേഹം മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതാണ്. സഹാബികൾ നന്മയിൽ ഏറ്റവും മുൻപിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരോടുള്ള സ്നേഹം സ്വാഭാവികമാണ്. അവരെക്കുറിച്ച് പഠിച്ചാൽ സ്വാഭാവികമായിട്ട് അവരോട് സ്നേഹം തോന്നും. ഇന്ന് ഈ കുട്ടികൾ പലപ്പോഴും എടുത്തു പറയുന്ന പല ആൾക്കാരും അവർ സ്നേഹിക്കാൻ കാരണമായി പറയുന്ന പലതും നന്മകളാണ് എങ്കിൽ ആ നന്മകൾ അതിൻ്റെ ഏറ്റവും പരിപൂർണതയിൽ ആരെടുത്തിട്ടുണ്ടായിരുന്നു? സഹാബ എടുത്തിട്ടുണ്ടായിരുന്നു. ധൈര്യമാണെങ്കിലും സത്യസന്ധതയാണെങ്കിലും ത്യാഗമനോഭാവമാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും അതിൻ്റെ ശക്തിയാണെങ്കിൽ എന്ത് നിങ്ങൾ നന്മയുടെ ദാനധർമ്മങ്ങളാണെങ്കിൽ എന്തൊരു കാര്യമുണ്ടോ നിങ്ങൾ എടുത്തോളൂ. സഹാബികളിൽ അതിൻ്റെ ഏറ്റവും ശക്തമായ രൂപത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ കുട്ടികൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് ഹീറോയിസം കാണിക്കുന്ന ആൾക്കാർ യാഥാർത്ഥ്യമൊന്നുമില്ല അതിൻ്റെ പുറകിൽ. ഇവൻ വില്ലന്മാരെ അടിച്ചിടുന്നതും മറ്റതൊക്കെ അവൻ ശരിക്കും ജീവിതത്തിൽ നേരായ ജീവിതത്തിൽ ചിലപ്പോൾ അവനായിരിക്കും ഒറിജിനൽ വില്ലൻ. പക്ഷേ സിനിമയിൽ വില്ലന്മാരെ അടിച്ചിട്ട ചിത്രം അത് അഭിനയമാണ്. അത് കണ്ടിട്ട് ആൾക്കാർ സ്നേഹിക്കാൻ എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളിലുള്ള ഈ എന്താ പറയുക ഇങ്ങനെയുള്ള അഭിനയം അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഇവർ അഭിനയിച്ച് കാണിക്കുന്നതിനേക്കാൾ മുകളിൽ എവിടെ ഉണ്ടായിരുന്നു? സ്വഹാബത്തുണ്ടായിരുന്നു. ധൈര്യവും ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ ചരിത്രം ഇന്നത്തെ യുവാക്കൾക്ക് അത് അറിഞ്ഞിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊരു അജബായ ചരിത്രമാണത്. യുദ്ധത്തിൻ്റെ മേഖല അദ്ദേഹം കാഴ്ചവെച്ചത്, ഭരണത്തിൻ്റെ കാര്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ്, ധൈര്യത്തിൻ്റെ കാര്യത്തിൽ അലി ഇബ്നു അബീ താലിബ്. ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യം എടുത്തോളൂ, സഹാബത്തിൻ്റെ ചരിത്രം, ബിലാൽ ഇബ്നു റബാഹ് ത്യാഗത്തിൻ്റെ കാര്യത്തിൽ, പരീക്ഷണങ്ങൾ ഉറച്ചു നിൽക്കുക, ആദർശത്തിലൂടെ ഉറച്ചു നിൽക്കുക, ഇങ്ങനെ എന്ത് കാര്യം നിങ്ങൾ എടുത്തോളൂ, സഹാബികൾ അതിൽ മുൻപിലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ജനതയായിരുന്നു അവർ. എല്ലാ കാര്യത്തിലും അവർക്ക് ഖൈറിൽ അവരേറ്റവും മുന്നിലായിരുന്നു. അപ്പോൾ അവരോട് സ്നേഹമുണ്ടാകുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. അത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇമാം അത്ത്വഹാവി അദ്ദേഹം തൻ്റെ അഖീദയിൽ പറഞ്ഞു, ഈ സ്നേഹം നമ്മുടെ അഖീദയാണ്. അദ്ദേഹം പറഞ്ഞു, വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹ് വലാ നുഫർറിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും. സഹാബികളോടുള്ള സ്നേഹം നമുക്കുണ്ട്, അതിൽ നമ്മൾ അതിര് കവിയുകയില്ല. സഹാബികളിൽ ഏതെങ്കിലും ഒരാളെ പോലും നാം അകറ്റി പറയുകയുമില്ല, അയാളായിട്ട് നമുക്ക് ബന്ധമില്ല എന്ന് പറയില്ല. ഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. സഹാബികളോടുള്ള സ്നേഹം ദീനാണ്, വിശ്വാസമാണ്, പുണ്യമാണ്. വബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ. അവരോടുള്ള വെറുപ്പ് കുഫ്റാണ്, കപടതയാണ്, ധിക്കാരമാണ്.
ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കാന സലഫ് യുഅല്ലിമൂന അബ്നാഅഹും ഹുബ്ബ അബീ ബക്ർ വഉമർ കമാ യുഅല്ലിമൂനഹും സൂറത മിനൽ ഖുർആൻ. മുൻപുള്ള സലഫുകൾ തങ്ങളുടെ മക്കളെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്നത് ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അബൂബക്കറിനെ ഉമറിനെ സ്നേഹിക്കണമെന്ന് മക്കളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഖുർആനിൽ ഫാത്തിഹ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവരത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അബൂബക്കറിനെ ഉമറിനെ സ്നേഹിക്കണം റളിയല്ലാഹു അൻഹു. സുഫിയാൻ അസ്സൗരി അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ചില ആളുകൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവർ എണ്ണി പറഞ്ഞു, 10ഓ 15ഓ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആസിം ഇബ്നു മുഹമ്മദ് അദ്ദേഹം പറഞ്ഞു, ഫറഖ്തു, സുഫിയാൻ അസ്സൗരിയെ കുറിച്ച് നിങ്ങൾ ഇത്ര ശ്രേഷ്ഠതകൾ പറഞ്ഞല്ലോ, ഒക്കെ പറഞ്ഞു കഴിഞ്ഞോ? വഇന്നി ലഅഅലമു ഫീഹി ഫളീല ഹിയ അഫ്ളു മിൻ ഹാദിഹി കുല്ലിഹാ സലാമത്തു സദ്രിഹി ലി അസ്ഹാബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇത്രയും കുറേ നന്മകൾ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു. ദാനധർമ്മിയായിരുന്നു, നിസ്കരിക്കുമായിരുന്നു, ഇബാദത്തായിരുന്നു, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞല്ലോ. ശരി, എങ്കിൽ ഈ പറഞ്ഞ ശ്രേഷ്ഠതകളെയെല്ലാം കവച്ചു വെക്കുന്ന ഒരു നന്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹാബികളോട് അദ്ദേഹത്തിൻ്റെ ഹൃദയം പരിശുദ്ധമായിരുന്നു. അവരെക്കുറിച്ച് നല്ല വിചാരം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉലമാക്കൾപ്പെട്ട ഷേഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അദ്ദേഹത്തോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന പരലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും പുണ്യം കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന അമൽ ഏതാണ്? അദ്ദേഹം പറഞ്ഞ സഹാബിയുള്ള ഇഷ്ടമാണ്, എനിക്ക് സഹാബിമാരുള്ള സ്നേഹമാണ്. ഇത് ഭയങ്കര അമലാണ്, സഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത്. അവരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവരുടെ നന്മകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക, ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. സഹാബികളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതോടൊപ്പം അവരോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അവരോട് വെറുപ്പ് കാണിക്കുന്നവനെ വെറുക്കുക എന്നുള്ളത്. തഹാവി അദ്ദേഹം പറഞ്ഞു, വനുബ്ഗിദു മൻ യുബ്ഗിദുഹും, സഹാബികളെ വെറുക്കുന്നവരെ നമ്മളും വെറുക്കുന്നു. എനിക്ക് സഹാബിനെ ഉറപ്പാണെങ്കിൽ അന്ന് മനസ്സിലാക്കിക്കോ, ഞങ്ങൾക്ക് തന്നെ അതിനൊക്കെ ഉറപ്പാണ്. സഹാബികളോടുള്ള വെറുപ്പിൻ്റെ കാര്യത്തിൽ അതിരി കവിഞ്ഞ വെറുപ്പ് പാടില്ല. അതിൽ തന്നെ ഒരു മനുഷ്യരോട് വെറുപ്പുണ്ടാകത്തിന് ഇങ്ങനെ അതിരി കവിഞ്ഞ കൗമാണ് ഷിയാക്കൾ. ഇന്ന് അവരുടെ മഹത്വം വാഴ്ത്താനാണ് മുസ്ലിം പേരുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഇവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ, ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ജീവിച്ച ആൾക്കാർ അവർ ചിലർ പറഞ്ഞാണ്, ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ഏതെങ്കിലും ഒരാളുണ്ടെന്ന് വിചാരിക്കുക, അയാൾക്കൊരു പേരുണ്ടായിരുന്നു, അയാൾ എന്തെങ്കിലും പേരിട്ടിരുന്നു എന്ന് വിചാരിക്കുക. ആ പേര് കേൾക്കുമ്പോൾ പേരിട്ട ആളോടൊക്കെ നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല. ഒരു അഭാവത്താണ്, ഒരു വിഡ്ഢിത്തരമാണ്. ഷിയാക്കളുടെ ഇടയിൽ ജീവിച്ച ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ആരെങ്കിലും പേര് അബൂബക്കർ എന്നാന്ന് പറഞ്ഞാൽ, ഉമറാണെന്ന് പറഞ്ഞാൽ അബൂബക്കറിനോട് ഉമറിനോടുള്ള ദേഷ്യം ഈ ആൾക്കാരോടും കാണിക്കാറ്. അത്രയും ദേഷ്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിഭാഗമാണ് ഈ ഖൗം. സഹാബികളോടുള്ള സ്നേഹം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഇത് 3 കാര്യങ്ങളെ പറഞ്ഞ് ലാഫാൻ 3 കാര്യം പറഞ്ഞു. ഇൻഷാ അള്ളാഹ് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അഖീദ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സഹാബികളുടെ ബഹുമാനം എന്നുള്ളത്. ഇൻഷാ അള്ളാഹ് അതിന് ശേഷം നമുക്ക് ഖുലഫാ റാഷിദീങ്ങളുടെ ചരിത്രം ആരംഭിക്കാം ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളോട് ഉള്ള ബാധ്യതകൾ നിറവേറ്റുന്ന ഒരു ഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ യുദ്ധം അള്ളാഹു സാലിഹായ അമലുകളിൽ രേഖപ്പെടുത്തുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم بارك على نبينا محمد وعلى آله وصحبه وسلم.